പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രിക്കായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിനായി ചെലവഴിക്കുന്നത് കോടികളാണ്. വാടക ഇനത്തിൽ മാത്രം 9 മാസം നൽകിയത് 7,20,00,000 രൂപ. അതേസമയം എത്ര തവണ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തെന്ന നിയമസഭയിൽ പറയാതെ മുഖ്യമന്ത്രി മറുപടി നൽകി. AP അനിൽകുമാർ MLA ആണ് ഈ ചോദ്യം സഭയിൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. കണ്ടില്ലേ, ഇപ്പൊ നിങ്ങൾ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ പിണറായി വിജയന്റെ ദൂർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജനൻ TV, അതായത് വെനൻ TV 2024 പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ അധികാരത്തിൽ ഇരുന്ന സമയത്ത് ഇവരൊരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ എടുക്കുന്നു. ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികളിലും അതേപോലെ തന്നെ ദുരന്തം എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വീക്ഷിക്കാൻ വേണ്ടിയിട്ടും മറ്റ് പല പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ പേരിൽ ഭീഷണി ഉണ്ടെങ്കിൽ ആ ഭീഷണിയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹെലികോപ്റ്റർ അവർ അനുവദിച്ചു കൊടുക്കുക. അത്തരത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനും ഹെലികോപ്റ്റർ അനുവദിച്ച് കിട്ടി. ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ വലിയ രീതിയിൽ ദൂർത്തായിരുന്നു. നമ്മുടെ പൊതുഖജനാവിനെ കട്ടുമുടിപ്പിക്കുന്ന, അല്ലെ പൊതുഖജനാവ് തിന്നു തീർക്കുന്ന രീതിയിൽ പിണറായി വിജയന്റെ കൂട്ടത്തിലുള്ള അണികളുമൊക്കെ ഈ ഒരു ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ചായ കുടിക്കാൻ പോകുന്നു, ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളായിട്ടുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ രീതിയിൽ കുരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ വെനൻ TV മാത്രമല്ല, മീഡിയ വൺ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, മനോരമ, 24, അതേപോലെ റിപ്പോർട്ട് ചാനൽ, എല്ലാ ചാനലുകളും, എല്ലാ മുഖ്യധാരാ വലതുപക്ഷ മാധ്യമങ്ങളും ഈ ഒരു വലതുപക്ഷങ്ങളുടെ അവരുടെ നുണപ്രചരണങ്ങൾക്കൊപ്പം തന്നെ വലിയ രീതിയിൽ നിലകൊണ്ടു. എന്നാൽ പിന്നീട് വലതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടൊരു മാറ്റം എന്താണ്? അതായത് അന്ന് പിണറായി വിജയന്റെ ദൂർത്തെന്നും പിണറായി വിജയന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് പിണറായി എടുത്ത ഹെലികോപ്റ്റർ എന്നും ഒക്കെ പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ ഇത് പോലീസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഹെലികോപ്റ്ററാണ്, അതുകൊണ്ട് പോലീസിന് വേണ്ടിയിട്ടുള്ള ഹെലികോപ്റ്റർ ആയതുകൊണ്ട് തന്നെയും അതിൽ പോലീസ് അതിന്റെ ടെൻഡർ അല്ലെ അതിന്റെ കരാറ് പുതുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾ നമ്മൾ കണ്ടത്. എന്നാൽ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ അത് പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമക്കൾക്കും മകനും ഒക്കെ വേണ്ടിയിട്ടെടുത്ത, അല്ലെ മകൾക്കും വേണ്ടിയിട്ടെടുത്ത വാഹനമാണെന്ന്, അല്ലെ ഹെലികോപ്റ്റർ ആണെന്ന് പറഞ്ഞ ആളുകൾ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയിട്ട് അത് ഈ ശരിക്കും പോലീസിന് വേണ്ടിയിട്ടുള്ള ഹെലികോപ്റ്റർ ആണെന്ന് പറയാനുണ്ടായ ചേതവികാരം എന്താണെന്ന് നമ്മൾ അപ്പോഴേ ചർച്ച ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിയുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഉപയോഗിക്കപ്പെട്ടത്? ഒരിക്കലുമല്ല. ആ ഒരു ഹെലികോപ്റ്ററിന്റെ ഉപയോഗത്തിനും അതിന്റെ ആ ഒരു ഫണ്ടെല്ലാം സ്വന്തം, അതായത് പൊതുഖജനാവിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് തന്നെയും അതിന് വലിയൊരു വിദ്വേഷം അല്ലെങ്കിൽ വലിയൊരു വിമർശനം ഉണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയും ആ ഒരു ഹെലികോപ്റ്റർ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ കേരളത്തിൽ നടക്കുന്ന മറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടു. അതിൽ പേരെടുത്ത് പറയേണ്ടത് ഓർഗൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും ഒക്കെ, അല്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിലേക്കും ഹെർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനായിട്ട് മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഹെലികോപ്റ്റർ ഉപയോഗമായിരുന്നു, അല്ലെങ്കിൽ പ്രയോജനകരമായി, അല്ലെങ്കിൽ അവർക്ക് സഹായകരമായി, അല്ലെങ്കിൽ അവർക്കതൊരു സഹായമായിട്ട് നിന്നിരുന്നു. പിന്നീട് നമ്മുടെ 2018 മഹാപ്രളയം, ആ പ്രളയം ദുരന്തം വിതച്ച സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും അല്ലെ എത്താനും അവർക്ക് വേണ്ടുന്ന സുരക്ഷ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കാനും ഇതേ ഹെലികോപ്റ്റർ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെലികോപ്റ്റർ പോലീസിന് വേണ്ടിയിട്ടാണ് വാടകയ്ക്ക് എടുത്തതെന്ന് പറഞ്ഞ VD സതീശന്റെയും ഒക്കെ കൂട്ടത്തിലുള്ള ആളുകൾ ഇന്ന് ആ പോലീസിന് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുകയാണ്. ആദ്യം പറഞ്ഞു പിണറായി വിജയന് വേണ്ടി വാടകയ്ക്ക് എടുത്തു എന്ന്, VD സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു അത് പോലീസിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുത്തു എന്ന്. എന്നാൽ ഇന്ന് അധികാരത്തിൽ വന്ന് കയറി കഴിഞ്ഞപ്പോൾ പോലീസിന് വേണ്ടി വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററും എടുത്തുകൊണ്ട് VD സതീശൻ അങ്ങ് ഇറങ്ങാനിറങ്ങി. ഈ ദുരന്തം വിതച്ചിരിക്കുന്ന ആളുകളെ കാണാനോ ദുരന്ത മുഖത്തേക്ക് പോകാനോ ഒന്നുമല്ല അദ്ദേഹം ഹെലികോപ്റ്റർ എടുത്തത്. അദ്ദേഹം എടുത്തത് എന്തിനാണ്? ഭാര്യയുടെ അച്ഛനുണ്ട്, പിതാവ്, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ കുറച്ച് പ്രൗഢിയിൽ ഒരു ഹെലികോപ്റ്ററിലൊക്കെ വന്നിങ്ങനെ മാസമായിട്ട് ഇറങ്ങി, അമ്മച്ചി പപ്പടം പിടിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താഴേക്ക് വന്നിട്ട് അവിടെ നിന്ന് നേരെ പോയി കാണാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ കാലാവസ്ഥ അത് മോശമായതുകൊണ്ട് അദ്ദേഹം ആ ഒരു ഹെലികോപ്റ്ററിൽ അങ്ങ് തിരികെ പോയി. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇത് പിണറായി വിജയൻ ആയിരുന്നു ഇങ്ങനെ പോയതെങ്കിൽ എന്തൊക്കെ രീതിയിലായിരുന്നു ഇതിനെ വാർത്തകൾ വളച്ചൊടിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നത്. അടിമകളെ, സൈബർ ന്യായീകരണ തൊഴിലാളികളെ, വെള്ള പൂശുന്ന വൈറ്റ് വാഷോളികളെ, നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല. നിങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഭൃഷ്ടവും ആസനവും താങ്ങി നടക്കുന്നവന്മാരാണല്ലോ. കുറേ കതിർധാരികളുണ്ട്. VD സതീശൻ അങ്ങ് വലുതൊക്കെ ചെയ്യുന്നു, പിണറായി വിജയൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനാണ് പിണറായി വിജയനെ അനുകൂലിക്കുന്നത്? നീ പിണറായി വിജയനെ പറ്റി കൂടുതൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ നാട്ടിൽ ഞങ്ങൾ നിനക്ക് സപ്പോർട്ട് ചെയ്യില്ല, നിനക്ക് ഈ നാട്ടിൽ വേറെ ആരെയും കിട്ടില്ല, നിന്റെ നാട്ടിൽ നിനക്ക് ഞങ്ങളെ സപ്പോർട്ടിനുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് അടിമകളൊക്കെ വന്ന് എൻ്റെ വീട്ടിലൊക്കെ പറയുന്ന കാഴ്ചകളൊക്കെ ഞാൻ കേട്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു.
എടാ ഈ തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ ഇതിങ്ങനെ തുറന്നു പറയുമ്പോൾ എന്തിനാണ് ഇത്ര വിമുഖത? അല്ലെങ്കിൽ അത് മാറ്റാൻ പറയണം. വി.ഡി. സവർക്കറിനോട് ഈ തോന്നിവാസങ്ങളൊക്കെ മാറ്റി വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറയണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ജീവനും അവരുടെ സമ്പത്തിനും ഒക്കെ സുരക്ഷ നൽകുന്ന ആ രീതിയിലുള്ള പദ്ധതികളുമായിട്ട് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ആരും വിമർശിക്കില്ല. അങ്ങനെ ആയിരുന്നില്ല, ഇടതുപക്ഷ സർക്കാർ ഈ രീതിയിലായിരുന്നില്ല പ്രവർത്തിച്ചത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവർ പ്രതികരിച്ചിട്ടുള്ളതും ശബ്ദമുയർത്തിയിട്ടുള്ളതും. എന്തായാലും ഞാൻ നിങ്ങളൊരു വാർത്ത കാണിച്ചു തരാം. ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണാൻ സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കൊച്ചി യാത്രയ്ക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരന്റെ ഒരു മെഴുകലുണ്ട്. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. കാലം മാറുന്നതനുസരിച്ച് കഴിഞ്ഞ മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ ഒരിക്കൽ പോയപ്പോ അന്നത്തെ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല ഒപ്പം പോയിരുന്നല്ലോ. അത് വലിയ അത്ഭുതമാണോ? സർക്കാരിന്റെ ഖജനാവൊന്ന് കാശ് ചെലവായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതിപ്പോ കാലം മാറുമ്പോ ഈ കിങ്ങിണിക്കുട്ടൻ എന്നുള്ളൊരു പേര് ഇദ്ദേഹം വീണ്ടും അർത്ഥവത്താക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ പൊന്ന് മുരളീധരൻ സാറേ, അയാൾ ദുരന്ത ബാധിതരെ കാണാൻ വേണ്ടിയിട്ടല്ല പോയത്. ഒരു പ്രായാധിക്യം മൂലം കിടപ്പിലായിട്ടുള്ള ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ടാണ്, മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പോയത്. പിന്നെ നിങ്ങൾ പറയുകയാണ് കാലം മാറുമ്പോൾ നമ്മളും മാറും, കാലം മാറുമ്പോൾ കാറ് മാറും, ഹെലികോപ്റ്ററിലൊക്കെ പോകും. ഓക്കെ, ആയിക്കോട്ടെ, കാലത്തിനൊപ്പം നമ്മൾ ഓടണം, അല്ലെ കാലത്തിന് മുന്നേ നമ്മൾ ഓടണം. അതൊക്കെ പണ്ട് തൊട്ടുള്ളൊരു പഴഞ്ചൊല്ലാണ്, അങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ പിണറായി വിജയൻ ഈ ഹെലികോപ്റ്റർ എടുത്തു എന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങളാരും പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരും പ്രതികരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ വലതുപക്ഷ മാധ്യമങ്ങൾ, നിങ്ങളുടെ മൂഡ് താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളും നിങ്ങളുടെ കുറച്ച് അണികളും ഒക്കെ പ്രതികരിച്ചിരുന്നു. അങ്ങനെ പ്രതികരിച്ചത് പിണറായി വിജയന്റെ ദൂരത്തിന് വേണ്ടിയിട്ടും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടും എടുത്ത ഹെലികോപ്റ്ററിൽ പിണറായി വിജയൻ സഞ്ചരിക്കുന്നുവെന്നൊക്കെ ആയിരുന്നു. പിന്നെ നിങ്ങൾ തന്നെ എടുത്ത് പറയുന്നുണ്ട്, ദുരന്തബാധിത പ്രദേശത്തേക്ക് രമേശ് ചെന്നിത്തല അടക്കം അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന പല ആളുകളും ഒരുമിച്ച് ആ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്ന്. ശരിയാണ്, ദുരന്തബാധിത പ്രദേശത്തേക്ക് ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ ദുരന്തമെല്ലാം ഉണ്ടാകുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ പല പ്രദേശങ്ങളിലും, മലയോര ഗ്രാമപ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ, മറ്റ് പലയിടങ്ങളിലും റാന്നി അടക്കമുള്ള ഏരിയകളിലെല്ലാം വെള്ളപ്പൊക്കം, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി ഒരു ചെറിയൊരു കാര്യത്തിൻ്റെ തിരക്കിലാണ്. അദ്ദേഹം ഒരു വിരുന്നിന് പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം നല്ല ഫുഡടിയും നല്ല കാര്യങ്ങളും ഒക്കെയാണ്. ഇത്രയും വലിയ പ്രകൃതി ദുരന്തങ്ങൾ നടക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും വറീഡാവാതെ, അതിനെപ്പറ്റി ഒന്നും ബോധേഡാവാതെ ഫുഡാണ് മുഖ്യം ബിഗിലെ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം പോയിരിക്കണം. ഞാനൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം. റഹീം പറയുന്നൊരു കാര്യം. സത്യത്തിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാനങ്ങനെ നേരിട്ട് തന്നെ വിളിച്ച് പൊന്നാനിയിലൊക്കെ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തു. കാരണം ഇങ്ങനെ ഔചിത്യമില്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പെരുമാറുമോ എന്നതിനെ ഓർത്ത് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. വിവിധ ജില്ലകൾ വെള്ളത്തിലാണ്ട് കിടക്കുകയാണ്. അവിടെയുള്ള മനുഷ്യർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. വിദേശത്തൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ രക്ഷകർത്താക്കളൊക്കെ ഈ വെള്ളത്തിൽ പെട്ടുപോയ ഈ പ്രദേശത്ത് ജീവിക്കുന്നവർ, അവരും ആശങ്കാകുലരാണ്. അങ്ങനെ ലോകമാകെയുള്ള മലയാളികൾ ആശങ്കയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത് വിരുന്നുണ്ണാൻ ഈ കാണിക്കുന്ന ഔചിത്യമില്ലായ്മ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. മുൻ മാതൃകകൾ അങ്ങനെയല്ല. നല്ല ആത്മവിശ്വാസം പകരേണ്ട സമയമാണ്. ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും എല്ലാം ഏകോപിപ്പിക്കേണ്ട സമയമാണ്. ആവശ്യം വന്നാൽ ഓടി ദുരന്തമുഖത്തേക്ക് പോകേണ്ട സമയമാണ്. മറ്റെല്ലാ പരിപാടികളും ഇനിയുള്ള മണിക്കൂറുകളിലെങ്കിലും മുഖ്യമന്ത്രി മാറ്റിവെക്കണം. ഇക്കാണുന്ന അനൗചിത്യം ഇനി ഉണ്ടാകരുത്. ഇന്ന് ഇതിനു പുറമെയും മറ്റു ചില സ്വകാര്യ പരിപാടികൾ, നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടികളിലൊക്കെ ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇത് നിരാശാജനകമാണ്. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അദ്ദേഹം ദുരന്തമുഖത്ത് സജീവമാകാൻ ഇനിയെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സത്യത്തിൽ കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ റഹീം പറഞ്ഞൊരു കാര്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെ വളരെയധികം സത്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ. മുഖ്യമന്ത്രി സൗഹൃദ സന്ദർശനത്തിനെത്തിയ ദൃശ്യങ്ങൾ പങ്കുവെച്ച് യൂത്ത് ലീഗ് നേതാവ് ഫൈസൽ ബാഫക്കി തങ്ങൾ നാട് മുങ്ങുമ്പോൾ വിരുന്നു പോകുവാണോ എന്ന് വിമർശനം. അതായത് ഈ നാട്ടിലെ ആയിരക്കണക്കിന് സഹോദരങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ വെള്ളത്തിലാഴ്ന്നു കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ദുരന്തത്തിൽ പെട്ടുകിടക്കുമ്പോൾ അവരെ ആരെയും തിരിഞ്ഞു നോക്കാത്ത ഒരു പൂക്കി വിസ്മയം എന്ന് പറയുന്നത് പോലെ ഹെലികോപ്റ്ററും എടുത്ത് അവരുടെ വീടുകളിലേക്ക് വിരുന്നുണ്ണാനുമൊക്കെ പോകുന്ന നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രീതി, അല്ലെ ഒരു പ്രവർത്തനം,
ഇതിനെയാണോ കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്നത്? അല്ലെ ഇതിനു വേണ്ടിയിട്ടാണോ കേരളത്തിലെ ജനങ്ങൾ ഇലക്ഷനിൽ വോട്ട് ചെയ്തത്? എന്തൊക്കെയോ വലുത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ കിട്ടിയതെല്ലാത്തിൻ്റെയും അണ്ണാക്കിലും അന്നനാളത്തിലുമാണ് എന്നുള്ളൊരു കാര്യത്തിലും ഒരു സംശയം വേണ്ട. എന്തൊക്കെയോ വലുതുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നിട്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വന്തം ആളുകളുടെ മുൻപിലുമൊക്കെ വലിയ രീതിയിൽ ഷോ ഓഫ് കാണിക്കാനും ഞാൻ എന്തോ വലിയ മറ്റേതാണ്, ഞാൻ വലിയ ഏകാധിപതിയാണ് എന്ന് കാണിക്കാനും വേണ്ടിയിട്ട് ഹെലികോപ്റ്ററും എടുത്തുകൊണ്ടൊക്കെ കറങ്ങാൻ ഇറങ്ങുന്ന ഈ തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പൂക്കിത്തരം എത്ര നാൾ ഇങ്ങനെ അംഗീകരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും? പിണറായി വിജയൻ ഹെലികോപ്റ്റർ എടുത്തു എന്ന് പറഞ്ഞപ്പോഴായിരുന്നു പലർക്കും പ്രശ്നം. ഇതേ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള മുഖ്യമന്ത്രി അധികാര ദുർവിനിയോഗം നടത്തുന്നു, അല്ലെങ്കിൽ അതെടുത്തുകൊണ്ട് തോന്നിവാസങ്ങൾ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. ഇത് കെ മുരളീധരൻ പറഞ്ഞത് ഇത് നമ്മളുടെ പൊതുഖജനാവിൽ നിന്നുള്ള ഫണ്ട് അല്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നല്ലല്ലോ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സ്വന്തം കീശയിൽ നിന്ന് വി ഡി സതീശൻ ഫണ്ട് എടുത്തുകൊണ്ട് പെട്രോളും അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ധനവും ഫില്ല് ചെയ്തുകൊണ്ട് ആ ഹെലികോപ്റ്ററിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല മുരളീധര. അത് എവിടെ നിന്നെങ്കിലുമൊക്കെ മുക്കിക്കാണും. ചിലപ്പോൾ സംഖ്യകൾ കൊടുത്തിട്ടുള്ള ഫണ്ടായിരിക്കാം. എവിടെ നിന്ന് കിട്ടിയാലും ഇതിൽ നിന്ന് ഊറ്റാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്നാണോ? എനിക്ക് വേറൊന്നും അറിയണ്ട. നിങ്ങൾ പിണറായി വിജയൻ്റെ ദൂർത്തെന്നും പിണറായി വിജയൻ ഈ നമ്മുടെ പൊതുഖജനാവിനെ കട്ടുമുടിക്കുന്നുവെന്നും വിറ്റുമുടിക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മെഴുകിയിട്ട്, അല്ലെ പിണറായി വിജയൻ്റെ പേരിലെടുത്തിരിക്കുന്ന ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് പിന്നീട് പെട്ടെന്ന് എങ്ങനെയാണ് പോലീസിൻ്റെ ഹെലികോപ്റ്റർ ആവുന്നത്? അങ്ങനെ പോലീസിൻ്റെ ഹെലികോപ്റ്റർ ആണെങ്കിൽ ആഭ്യന്തരമന്ത്രി മാത്രമായിട്ട് യാത്ര ചെയ്യേണ്ട ഒരു ഹെലികോപ്റ്ററായിട്ട് മാറും. അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി വിളിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കയറി പോകാൻ സാധിക്കും. അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ തിരുത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി ആ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് വീണ്ടും കറങ്ങാൻ പോകുന്നു. അപ്പോൾ ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ വീണ്ടും സതീശനാദികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആസനം താങ്ങിക്കൊണ്ട് അവരുടെ മൂടും താങ്ങിക്കൊണ്ട് നുണപ്രചരണങ്ങൾ നടത്തുകയല്ലേ എന്നൊരു ചോദ്യത്തിന് ഇവിടെ വളരെയധികം പ്രസക്തിയുണ്ട്. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ റിപ്ലൈ തരണം. എന്തൊരവസ്ഥയൊക്കെയാണ്. കേരളത്തിലെ ജനങ്ങളെല്ലാം ദുരിതത്തിൽ ആഴ്ന്നു കിടക്കുമ്പോൾ എന്തും കാണിച്ചു കൂട്ടാം, ഇവിടെ ആരും ചോദിക്കാൻ വരില്ല എന്ന് പറയുന്ന ഇവരുടെ ഒരു പൂക്കിത്തരം.